ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശിഷ്യന്മാരുമായുള്ള കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ തങ്ങളുടെ ഗ്രാമത്തിൽ കൂടി കടന്നു പോകാൻ ശമര്യക്കാർ അനുവദിച്ചില്ല. സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും അധികാരിയുമായ കർത്താവിനെയാണ് തടയുന്നതെന്ന് ഒരുപക്ഷെ അപ്പോൾ ശമര്യക്കാർ അറിഞ്ഞിരിക്കില്ല. ഈ സംഭവത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും വളരെ പ്രകോപിതരായി. ജനസഹസ്രങ്ങളുടെ നായകനായ ക്രിസ്തുവിനെ വഴിതടഞ്ഞ ശമര്യക്കാരെ ആകാശത്തു നിന്ന് തീയിറക്കി നശിപ്പിക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അവർ ക്രിസ്തുവിനോട് പറഞ്ഞു. ക്രിസ്തുവിനോടുള്ള സ്നേഹവും ശമര്യക്കാരോടുള്ള വെറുപ്പും കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്ര ക്രൂരമായ തിരിച്ചടി നൽകണമെന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ ക്രിസ്തു അവരെ ശാസിച്ചു. നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിക്കുവാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. വഴി തടയുന്നവരോടും പ്രതിസന്ധികളുണ്ടാക്കുന്നവരോടുമുള്ള തൻ്റെ ശിഷ്യന്മാരുടെ സമീപനം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണമെന്ന് ഈ സംഭവത്തിലൂടെ കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. ശത്രുക്കളോടുള്ള പ്രതികരണ രീതി എങ്ങനെയായിരിക്കണമെന്ന് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു. മത്തായി 5-ാം അധ്യായം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവന് പുതപ്പ് കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടന്മാരുടെയും ദുഷ്ടന്മാരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ഉപദേശം ശിഷ്യന്മാർ അവരുടെ മിനിസ്ട്രിയിൽ പൂർണ്ണമായി അനുസരിച്ചു. അതിൽ അടിയുറച്ചു നിന്നു. ഉപദ്രവിക്കുന്നവരെ ഒരിക്കലും എതിർക്കാൻ പോയില്ല. ഒടുവിൽ സ്വയം രക്തസാക്ഷികളായി. എന്നാൽ ക്രിസ്തീയ സഭാചരിത്രത്തിൻ്റെ ഏടുകൾ പിറകോട്ട് മറിച്ചു വായിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ കർത്താവിൻ്റെ ഈ സഹന മാതൃകയും ഉപദേശവും പിന്തുടരുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ മുറിവേൽപ്പിക്കുന്നവരോടുള്ള മനോഭാവം എങ്ങനെയാണെന്ന് വിലയിരുത്തുവാൻ ഈ സംഭവം നമുക്ക് സഹായകമാകും. നമ്മുടെ ജീവിതത്തിൽ വഴി തടയാനും അവകാശങ്ങൾ നിഷേധിക്കാനും
ആധിപത്യം സ്ഥാപിക്കാനും അനേകർ കടന്നുവരാറുണ്ട്. കുടുംബ ദാമ്പത്യബന്ധത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ പ്രതിസന്ധികൾ ദൈനംദിനം നേരിടുന്നവരാണ് നമ്മൾ. ശത്രുക്കളിൽ നിന്നും മുറിവേൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രതികരണങ്ങളിൽ ചില മുൻകരുതലുകൾ എടുക്കണമെന്നാണ് കർത്താവ് ഉപദേശിക്കുന്നത്. സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായും ദൈവാത്മാവ് ആയിരിക്കില്ല, പൈശാചിക ആത്മാവാണ്. അവരോട് അതേ ആത്മാവിൽ പ്രതികരിച്ചാൽ വലിയ ദുരന്തങ്ങളുണ്ടാകും. ക്രൂരമായ കൊലപാതകങ്ങളും ഗൺ വയലൻസും കുടുംബ കലഹങ്ങൾക്കും ഒക്കെ കാരണമാകും. പീഡകരിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ആത്മാവാണ്. ഒരാളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും നിയന്ത്രണം പിശാച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ക്രൂരത ചെയ്യാനും അയാൾക്ക് മടിയുണ്ടാവില്ല, കുറ്റബോധം തോന്നുകയുമില്ല. ലഹരി കൂടിയാണെങ്കിൽ ഉണ്ടാകാമാവുന്ന ദുരന്തങ്ങൾക്ക് അവസാനമുണ്ടാവില്ല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന് തിരുവചനം നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. അവ എന്തൊക്കെയാണ്? 1. ഉപദ്രവിക്കുന്നവരോട് സ്നേഹത്തിൻ്റെ പ്രതികരണം സ്വീകരിക്കണം. മത്തായി 5:44 എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ പ്രതികാരത്തോടെ പ്രതികരിച്ചാൽ കൂടുതൽ ദുരന്തങ്ങൾക്ക് കാരണമാകും. മുറിവേൽപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം തീർച്ചയായും മാനസാന്തരമുണ്ടാക്കാൻ ദൈവം പ്രയോജനപ്പെടുത്തും. 2. നമ്മൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ നീതിയുള്ള ന്യായാധിപനായ ദൈവത്തോട് ഇടപെടുവാനും കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും നമ്മൾ അപേക്ഷിക്കണം. ഉപദ്രവിച്ചവരെ തിരിച്ച് എതിർക്കുന്നതിന് പകരം വിധി നടത്താൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. ദൈവം നീതിയുള്ള ന്യായാധിപനാണ്. നിയമ സംവിധാനങ്ങളിലൂടെ നീതി നടത്തുവാൻ ദൈവം ഇടപെടും. 3. ഉപദ്രവിക്കുന്നവരോട് ക്രിസ്തുവിൻ്റെ സമീപനം സ്വീകരിക്കണം. കഷ്ടാനുഭവത്തിൻ്റെ പീഡനങ്ങളിൽ ക്രിസ്തു സഹനവും മൗനവും താഴ്മയുമൊക്കെയാണ് സ്വീകരിച്ചത്. നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ ക്ഷമയും താഴ്മയും പ്രകടിപ്പിക്കുവാനുള്ള അവസരമായി പ്രയോജനപ്പെടുത്തണം. അങ്ങനെ ചെയ്യുന്നതിൽ ഒരിക്കലും മിഥ്യാഭിമാനം തോന്നരുത്, പരാജിതനാണ് എന്ന് ചിന്തിക്കരുത്. താഴ്മയുള്ളവരോടൊപ്പം പക്ഷം ചേരുന്ന ദൈവം ശത്രുക്കളുടെ മുമ്പിൽ നമുക്ക് ജയം നൽകും. മത്തായി 5:16 അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. 4. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രാർത്ഥന നമ്മുടെ ജീവിത സമീപനമാകണം. പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രതികാര ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും പകരം ശത്രുക്കൾക്ക് വേണ്ടി കർത്താവ് ചൊല്ലിയ പ്രാർത്ഥന, ക്രൂശിലെ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. പിതാവേ,
ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. ദൈവം അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കും. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടില്ല. അവരെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രകോപനങ്ങളുണ്ടാകുമ്പോൾ ഏതാത്മാവിലാണ് നാം പ്രതികരിക്കുന്നത് എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കണം. ദൈവാത്മാവിൽ പ്രതികരിക്കുമ്പോൾ സമാധാനവും അനുരഞ്ജനവും ഉണ്ടാകും. നശീകരണത്തിന്റെ പൈശാചിക ആത്മാവിൽ പ്രതികരിച്ചാൽ ക്രൂരതയും നിർഭാഗ്യ സംഭവങ്ങളും ഉണ്ടാകും. ദൈവമുമ്പാകെ നമ്മൾ കണക്ക് പറയേണ്ടി വരും. നമ്മളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് എപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കണം. റോമലേഖനം 12-ാം അധ്യായം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ഒരിക്കലും ശപിക്കരുത്. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ പ്രവർത്തിക്കുവിൻ. അഹങ്കാരം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങണം. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്കു പകരം തിന്മ ചെയ്യരുത്. എല്ലാവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസ്സിൽ തീക്കനലുകൾ കൂനകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമുക്ക് പുതിയ ദർശനങ്ങൾ നൽകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.